ജനനായകൻ മലേഷ്യയെ ഇളക്കിമറിച്ച ഓഡിയോ ലോഞ്ച്, റെക്കോർഡുകൾ ഭേദിച്ച് വിജയുടെ വിടവാങ്ങൽ ചിത്രം. നടൻ വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായി സിനിമയോട് വിട പറയാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ അവസാന ചിത്രമായ ജനനായകൻ വലിയ ആവേശമാണ് സൃഷ്ടിക്കുന്നത്. വിനോദ് സംവിധാനം ചെയ്യുന്ന ചിത്രം വെങ്കട്ട് നാരായണാണ് നിർമ്മിക്കുന്നത്. പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, പ്രകാശ് രാജ്, നരേൻ, ഗൗതം മേനോൻ, പ്രിയാമണി, മമിത ബൈജു എന്നിങ്ങനെ വൻതാരനിരയാണ് ചിത്രത്തിലുള്ളത്. അനിരുദ്ധ് രവിചന്ദർ സംഗീതം നൽകുന്ന ചിത്രം 2026 ജനുവരി 9 പൊങ്കൽ റിലീസായി ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ എത്തും. മലേഷ്യയിലെ ക്വാലാലംപൂരിലുള്ള ചരിത്രപ്രസിദ്ധമായ നാഷണൽ സ്റ്റേഡിയം ബുക്കിത് ജലീലിൽ വെച്ചാണ് ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ച് നടന്നത്. വിജയുടെ അവസാന സിനിമയായതിനാൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആരാധകർ ഈ അപൂർവ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ അവിടെ എത്തിച്ചേർന്നു. കനത്ത സുരക്ഷാ ക്രമീകരണങ്ങൾക്കിടയിലും ഒരു വലിയ ഉത്സവത്തിന്റെ പ്രതീതിയായിരുന്നു സ്റ്റേഡിയത്തിൽ. മലേഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ച് ജനനായകൻ. 80,000 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള സ്റ്റേഡിയത്തിൽ ഏകദേശം 75,000 ആരാധകർ പങ്കെടുത്തതായാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയ്ക്ക് പുറത്ത് ഒരു തമിഴ് സിനിമയുടെ ഓഡിയോ ലോഞ്ചിന് ഇത്രയധികം ജനക്കൂട്ടം എത്തുന്നത് ഇതാദ്യമായാണ്. ഈ നേട്ടം പരിഗണിച്ച് മലേഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഔദ്യോഗിക പത്രം സ്റ്റേജിൽ വെച്ച് വിജയ്ക്ക് കൈമാറി. ആവേശമായി ദളപതി തിരുവിഴ. ഓഡിയോ ലോഞ്ചിന് മുന്നോടിയായി വിജയുടെ ഹിറ്റ് ഗാനങ്ങൾ കോർത്തിണക്കി ദളപതി തിരുവിഴ എന്ന പേരിൽ സംഗീത പരിപാടി നടന്നു. ചടങ്ങിനിടെ സർപ്രൈസ് എൻട്രിയായി വിജയുടെ അമ്മ ശോഭ സ്റ്റേജിലെത്തി ശിവകാശി എന്ന സിനിമയിലെ ഹിറ്റ് ഗാനമായ കോടമ്പാക്കം ഏരിയ ആലപിച്ചത് ആരാധകരെ ആവേശത്തിലാഴ്ത്തി. രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും വിജയുടെ ഇടപെടലും. പരിപാടിക്കിടെ ആരാധകർ ആവേശത്തോടെ വിജയുടെ രാഷ്ട്രീയ പാർട്ടിയായ ടി.വി.കെ. ടാഗ് എന്ന് ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഇത് ശ്രദ്ധയിൽപ്പെട്ട വിജയ് മുദ്രാവാക്യം വിളിക്കുന്നത് നിർത്താൻ സ്റ്റേജിൽ നിന്ന് ആരാധകരോട് അഭ്യർത്ഥിച്ചത് വാർത്തകളിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. റിലീസിന് മുൻപ് തന്നെ ആഗോളതലത്തിൽ വലിയ തരംഗമാണ് ജനനായകൻ സൃഷ്ടിച്ചുകൊണ്ടിരിക്കും.